കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓസിലേഷൻ എന്താണെന്നും ഫ്രീക്വൻസി എന്താണെന്നൊക്കെ പഠിച്ചു അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് പറയാനാണ്. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിപ്പിച്ചാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ആണ് എന്ത് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കോണമെന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു ജസ്റ്റ് ഡെസ്കിൽ ഒന്നിങ്ങനെ തട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കും അല്ലെ. ആ സൗണ്ട് ആണ് എന്ത് ആ ഡെസ്കിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് തട്ടി നോക്കുക, അപ്പൊ വേറൊരു സൗണ്ട് കേൾക്കും. അതാണ് എന്ത് ആ ഫോണിന്റെ സ്ക്രീനിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇതൊന്നും അല്ലാത്ത ഒരു ഗ്ലാസ് എടുക്കുക, ആ ഗ്ലാസ് ജസ്റ്റ് ഒന്ന് തട്ടി നോക്കുക, അപ്പൊ വേറൊരു സൗണ്ട് കേൾക്കും. അപ്പൊ അതാണ് എന്ത് ആ ഗ്ലാസിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി. ഈ മൂന്ന് സമയത്ത് മൂന്ന് സൗണ്ട് അല്ലെ, മൂന്ന് ഫ്രീക്വൻസി ആയിരുന്നു. അപ്പൊ എന്തുകൊണ്ട് എല്ലാത്തിനും ഒരേ നാച്ചുറൽ ഫ്രീക്വൻസി അല്ലാതിരുന്നത്? അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസി എന്തൊക്കെയോ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, എന്തൊക്കെയോ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പൊ ഓരോ ഘടകങ്ങളായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യത്തെ ഘടകം എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ നീളം, അതായത് ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ ഒരു വസ്തുവിന്റെ നീളം എങ്ങനെയാണ് അതിന്റെ സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സ്പെരിമെന്റ് പോലെ പറഞ്ഞുതരാം. ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഒരു ഡെസ്ക്, ആ ഡെസ്കിൽ ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ നമ്മൾ പുറത്തോട്ട് കുറച്ച് തള്ളി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു തമ്പ് കൊണ്ട് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യും അല്ലെ, ഒന്ന് പുഷ് ചെയ്യുക അല്ലെ, ഒന്ന് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ. നിങ്ങൾ മറ്റേ ഭാഗം പിടിക്കണം കേട്ടോ. ആ സ്കെയിലിന്റെ പുറത്തോട്ട് തള്ളി വെച്ചിട്ടുള്ള ഭാഗം നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും അല്ലെ. ആദ്യം നിങ്ങൾ വെച്ചെടുത്ത് നിന്ന് കുറച്ചും കൂടെ ലെങ്ത് പുറത്തോട്ട് തള്ളിയിട്ട് വെക്കുക. അപ്പൊ എന്താണ്, എന്നിട്ട് ഇതേ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. അപ്പൊ ആദ്യം നിങ്ങൾക്ക് കേട്ട അതേ സൗണ്ട് ആണോ രണ്ടാമത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് നോക്കുക. അല്ല, വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ലെങ്ത് കുറച്ചും കൂടെ പുറത്തോട്ട് തള്ളി വെച്ച സമയത്ത് നിങ്ങൾ കുറച്ച് സൗണ്ടേ കേട്ടിട്ടുണ്ടാവുള്ളൂ. അതായത് കുറച്ച് സൗണ്ട് എന്ന് വെച്ചാൽ മുന്നിൽ കേട്ടിരുന്നതിനേക്കാൾ ലോവർ സൗണ്ട് ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. ആദ്യം കുറച്ച് പുറത്തോട്ട് തള്ളിയപ്പോഴായിരിക്കും നിങ്ങൾ ഹയർ സൗണ്ട് കേട്ടിട്ടുണ്ടാവുക. മനസ്സിലായോ? അതായത് ഹയർ സൗണ്ട് കേട്ടുന്ന എന്താ, ഹൈ നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, അതായത് ലെങ്ത് മാറുന്നതിനനുസരിച്ച് ആ വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ എന്ത് സംഭവിച്ചു, മാറ്റം സംഭവിച്ചു. അപ്പൊ എന്താണ്, ലെങ്ത് ഒരു വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഫാക്ടർ ആണ് എന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത്, രണ്ടാമത്തത്, ഒരു വസ്തുവിന്റെ വലുപ്പം, സൈസ് ഓഫ് ദി ഒബ്ജക്ട്. സൈസ് ഓഫ് ദി ഒബ്ജക്ട് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങൾ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ഇതുപോലെയുള്ള ബെല്ലുകൾ കണ്ടിട്ടുണ്ടാവും, മണികൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. വലിയ മണി എന്ന് പറയുമ്പോൾ എന്താണ്, അത് ബിഗ് മാസ് ആണ് അല്ലെ. വലിയ മാസ് ആയതുകൊണ്ട് തന്നെ എന്താണ്, കൂടുതൽ ടൈമും കൂടുതൽ എനർജിയും വേണം എന്ത് ചെയ്യാൻ, അത് വൈബ്രേറ്റ് ചെയ്യാൻ. അത് കൂടുതൽ സമയം എടുക്കും ഒരു ഓസിലേഷൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പോൾ ഫ്രീക്വൻസിയുടെ അളവ് എന്തായിരിക്കും, ഈ ചെറിയ മണിനേക്കാളും കുറവായിരിക്കും. കാരണം ചെറിയ മണിക്ക് എന്ന് പറയുന്നത് ചെറിയ മാസാണ്. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതായത് സൈസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും, കുറയും. അപ്പൊ ഹൈ നാച്ചുറൽ ഫ്രീക്വൻസി ആണ് എന്തിന്, ചെറിയ മണിക്ക് അല്ലെങ്കിൽ സ്മോൾ ബെല്ലിന്. മനസ്സിലായോ? അപ്പൊ സൈസും എന്താണ്, ഒരു വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും ഫാക്ടേഴ്സ് നമുക്ക് ഒരുമിച്ച് നോക്കാം. ദേ ആർ ക്ലോസ്ലി റിലേറ്റഡ് ആണ്, നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രണ്ടും ഒന്നാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് ഒരുമിച്ച് രണ്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞു പോകാനായിട്ട് പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് പറയുന്നത്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇലാസ്തികത അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി. നാലാമത്തെ എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിന്റെ സ്വഭാവം, അതായത് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. എന്താണ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്തികത എന്ന് പറഞ്ഞാല്, ഒരു വസ്തുവിന് അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരാനുള്ള, നമ്മളിപ്പോ അതിലൊരു ഡിഫോർമേഷൻ, അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിനെ വേറൊരു ഫോമിലോട്ട് അതിനെ മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പഴയ ഫോമിലോട്ട് തിരിച്ചു വരാനുള്ള അതിന്റെ കഴിവിനെയാണ് എന്ത് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈസി ആയിട്ട് ഒരു എക്സാമ്പിളൂടെ പറയാം. അതായത് നമ്മൾ ഒരു റബ്ബർ ബാൻഡ്, ആ റബ്ബർ ബാൻഡ് നമ്മൾ സ്ട്രെച്ച് ചെയ്തു, അതല്ല നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ അത് വിട്ടു കഴിഞ്ഞാൽ നമുക്കറിയാം റബ്ബർ ബാൻഡ് വീണ്ടും പഴയ സ്ഥിതിയിലോട്ട് വരും. അപ്പോ അങ്ങനെ പഴയ സ്ഥിതിയിലോട്ട് വരുന്ന, പക്ഷെ നമുക്ക് അറിയാം റബ്ബർ ബാൻഡ്
നമ്മൾ കുറേ ഫോഴ്സ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മുന്നത്തെക്കാളും അതിന്റെ സൈസിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ പഴയ പൊസിഷനിലോട്ട് തിരിച്ചു വരാൻ പറ്റിക്കോണമെന്നില്ല. എത്രമാത്രം സ്ട്രെച്ച് ആവുന്നു എന്നുള്ളതിന്റെ അളവല്ല ഇലാസ്റ്റിസിറ്റി, എത്രമാത്രം പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നു അതാണ് അതിന്റെ ഇലാസ്റ്റിസിറ്റി. അതായത് ഇപ്പൊ റബ്ബറാണ് നന്നായിട്ട് സ്ട്രെച്ച് ആവുന്നത്, അപ്പൊ റബ്ബറിനല്ലേ കൂടുതൽ ഇലാസ്റ്റിസിറ്റി എന്നല്ല ചോദിക്കേണ്ടത്. നമ്മളിപ്പോ ഒരു സ്റ്റീൽ എടുത്താൽ നമ്മൾ എത്ര സ്ട്രെച്ച് ചെയ്താലും സ്റ്റീലിന് നമുക്ക് ഒന്നാമത് അതിന്റെ സൈസിൽ വ്യത്യാസം വരുത്താൻ ബുദ്ധിമുട്ടാണ്, അല്ലെ? ബുദ്ധിമുട്ടെന്നല്ല, നമ്മൾ കൈകൊണ്ടൊക്കെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് വിചാരിച്ച് നമുക്ക് ഒരു വ്യത്യാസം അതിൽ വരുത്താൻ പറ്റില്ല, അല്ലെ? അപ്പൊ എന്താണ് അതിനെന്താ ഇലാസ്റ്റിസിറ്റി കൂടുതലാണ്. അത് എപ്പോഴും അതിന്റെ പഴയ പൊസിഷൻ തന്നെ റിട്ടേൺ ചെയ്തോണം, അതേ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ അതിന് കഴിയുന്നുണ്ട്, കാരണം അതിന്റെ ഉള്ള പൊസിഷൻ മാറിയിട്ടില്ല. അപ്പൊ അതിനാണ് എന്ത് ഇലാസ്റ്റിസിറ്റി കൂടുതൽ. ഒരു റബ്ബർ ബാൻഡ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മള് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് നല്ല ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതിന്റെ സൈസിൽ വ്യത്യാസം വരും, അല്ലെ? അപ്പൊ അതാണ് എന്ത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റബ്ബറിനേക്കാളും ഇലാസ്റ്റിസിറ്റി കൂടുതലാണ് എന്ത് സ്റ്റീലിന് അല്ലെങ്കിൽ മെറ്റൽസിന്. ഓക്കെ, ഇനി നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോ സോളിഡ് ആവാം, അല്ലെങ്കിൽ ലിക്വിഡ്, അതായത് ദ്രാവക ഖരരൂപത്തിലിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മെറ്റൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വുഡൻ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിരിക്കാം. ഓക്കെ, ഇതൊക്കെ എന്താണ് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, പദാർത്ഥത്തിന്റെ സ്വഭാവത്തിൽ പെടുന്നതാണ്. ഞാനൊരു ടേബിളില് ഒരു സ്റ്റീലിന്റെ അല്ലെങ്കിൽ ഒരു മെറ്റലിന്റെ സ്പൂണ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഒന്ന് അടിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്ന സൗണ്ട് എന്തായിരിക്കും? മെറ്റൽ ആയതുകൊണ്ട് എന്താ നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് കേൾക്കും, അല്ലെ? ഹൈ ഫ്രീക്വൻസി ക്ലിയർ ആയിട്ട് നല്ലൊരു സൗണ്ട് കേൾക്കും. പക്ഷെ അതേസമയം ഞാനൊരു വുഡൻ സ്പൂൺ എടുത്തിട്ടാണ് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, ആദ്യം മെറ്റൽ സ്പൂൺ കൊണ്ട് ടാപ്പ് ചെയ്ത ആ സൗണ്ട് ആയിരിക്കും ഇതിന്, അല്ലെ? കുറച്ച് ഡൾ ആയിട്ടുള്ള ഒരു സൗണ്ട് ആയിരിക്കും, അല്ലെ? അത്രയ്ക്ക് സുഖം, ഒരു ഇങ്ങനെ അങ്ങനെ എന്താ പെട്ടെന്ന് ഇങ്ങനെ നിന്ന് പോകുന്ന ഒരു ഡാംപ്ഡ് ആയിട്ടുള്ള ഒരു ഡൾ ആയിട്ടുള്ള ഒരു ലോ ഫ്രീക്വൻസി സൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. വുഡൻ ഉണ്ടാക്കുന്ന സൗണ്ട് അല്ല എന്തുണ്ടാക്കുന്ന സൗണ്ട്, മെറ്റൽ ഉണ്ടാക്കുന്ന സൗണ്ട്. മെറ്റലിന് എന്താണ്? അപ്പൊ അതിനൊരു ഹൈ ഫ്രീക്വൻസിയാണ് കാണിക്കുന്നത്. വുഡൻ എന്താണ്? ഒരു ലോ ഫ്രീക്വൻസിയാണ് കാണിക്കുന്നത്. ഇനി ഞാൻ ഇലാസ്റ്റിസിറ്റിയുടെ കേസിലോട്ട് വരികയാണ്. മെറ്റൽ സ്പൂൺ എന്ന് പറഞ്ഞാൽ മോർ സ്റ്റിഫ് ആണ്, അല്ലെ? മോർ ഇലാസ്റ്റിക്, അല്ലെ? നമുക്ക് മെറ്റൽ സ്പൂണിന് നിങ്ങളൊന്ന് ബെൻഡ് ചെയ്യിപ്പിക്കാൻ ഒടിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമാണ് അല്ല, ഭയങ്കര സ്റ്റിഫാണ്, അല്ലെ? മോർ ഇലാസ്റ്റിക് ആണ്. അപ്പൊ ഇലാസ്റ്റിസിറ്റി കൂടുതലാണ്, അതുകൊണ്ടാണ് അതിന് ഹൈ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് വുഡൻ സ്പൂൺ എടുക്കുമ്പോൾ അത് ഇലാസ്റ്റിക് ആണ്, പക്ഷെ മെറ്റൽ സ്പൂണിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ലെസ് ഇലാസ്റ്റിക് ആണ്. അപ്പൊ എന്താണ് നമുക്ക് ഫ്രീക്വൻസി കുറവായിരിക്കും. അടുത്ത നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും, അല്ലെങ്കിൽ പ്രണോദിത കമ്പനവും അനുനാദവും. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാല് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പ്രേരണ മൂലം വേറൊരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുക, അതായത് കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതിനെയാണ് പ്രണോദിത കമ്പനം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞത്. അതായത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഇസ് ദ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഇൻഡ്യൂസ്ഡ് ബൈ എൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്. അത് ഒറ്റയ്ക്ക് വൈബ്രേറ്റ് ചെയ്യുന്നതല്ല, അല്ലെ? വേറൊരു വസ്തു വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് എനർജി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു വൈബ്രേഷൻ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? വേറൊരു വസ്തു വൈബ്രേറ്റ് ചെയ്യുന്നത്. തനിയെ വൈബ്രേറ്റ് ചെയ്യുന്നതല്ല, മറ്റേ വസ്തുവിന്റെ പ്രേരണ മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ഇത് ഡ്രം ആവാം, അല്ലെങ്കിൽ ചെണ്ടയാവാം. ഇങ്ങനെ ഇതുപോലെ എന്ത് ചെയ്യാം, നല്ല സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോല് വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ഈണത്തിലാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിൽ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? എത്രമാത്രം ടാപ്പ് ചെയ്യുന്നു അത്രമാത്രം എന്ത് ചെയ്യാണ്? അതിങ്ങനെ ആ പ്രതലം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ്? ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. അപ്പൊ ഇതാണ് നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മുടെ ഈ ഫോഴ്സ്ഡ് വൈബ്രേഷനും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് റെസൊണൻസ് അല്ലെങ്കിൽ അനുനാദം എന്ന് പറഞ്ഞാല്? നമ്മൾ ഒറ്റയടിക്ക് ഈ ഡെഫിനേഷനിലേക്ക് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതെന്താണ്? മിക്സിയാണ്, അല്ലെ? എല്ലാവരുടെയും വീട്ടിലുണ്ടാവും മിക്സി. ഈ മിക്സി ചിലരുടെയൊക്കെ വീട്ടിലൊരു ടേബിളിന്റെ മുകളിലായിരിക്കും മിക്സി വെച്ചിട്ടുണ്ടാവുക. അപ്പൊ മിക്സിയുടെ അകത്ത് എന്തുണ്ട്? ഒരു മോട്ടർ ഉണ്ട്. ഇലക്ട്രിക് മോട്ടർ കാരണമാണ് ഉള്ളിൽ ആ ബ്ലേഡ് കടന്നിട്ട് കറങ്ങുന്നത്. അപ്പൊ നമ്മൾ മിക്സിയിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമ്മൾ മിക്സി ഓൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ ആ മിക്സിയുടെ വൈബ്രേഷൻ കാരണം ആ ടേബിളും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും.
ഒരു പെർട്ടിക്കുലർ ടൈം എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഇച്ചിരി ഭയങ്കര സൗണ്ടില് ഈ ടേബിളും ഈ മിക്സിയും കൂടെ ഒരുമിച്ച് ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണെന്നറിയോ? അത് രണ്ടും റെസണൻസിലായിരിക്കുന്നതുകൊണ്ടാണ്. മിക്സിയുടെ ഉള്ളിൽ എന്താണ് ഈ ഇലക്ട്രിക് മോട്ടോർ കാരണം ഉണ്ടാവുന്ന ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് എനർജി പ്രൊവൈഡ് ചെയ്തിട്ട് ആ മോട്ടോർ കറങ്ങാണ് അല്ലെ. അപ്പൊ അവിടെ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ആ വൈബ്രേഷൻ കാരണമാണ് അത് വെച്ചിട്ടുള്ള മേശ എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ടൈം എത്തിക്കഴിഞ്ഞപ്പോ ഈ മേശയ്ക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ആവൃത്തി അല്ലെ, ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. ആ നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മുടെ മിക്സിയുടെ ഫോഴ്സ്ഡ് ഫ്രീക്വൻസിയും തമ്മിൽ എന്തായിട്ടുണ്ടാവും, മാച്ച് ആവും. അത് രണ്ടും തമ്മിൽ മാച്ച് ആവുന്ന സമയത്ത് റെസണൻസ് സംഭവിക്കുന്നു. അങ്ങനെ റെസണൻസ് സംഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, മാക്സിമം ആംപ്ലിറ്റ്യൂഡില്, അതായത് മാക്സിമം ആയതിയിൽ അത് വൈബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് കമ്പനം ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താ, വളരെ നല്ല സൗണ്ടിൽ ആയതിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ, എത്രമാത്രം ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ പഠിച്ചില്ലേ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എത്രമാത്രം അതിന് സൗണ്ട് ആക്കാൻ പറ്റുന്ന ആ മാക്സിമം സൗണ്ടില് എന്തുണ്ടാവും, പരമാവധി ആയതിയിൽ അതെന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ നല്ല സൗണ്ട് കേൾക്കുന്നത്. മിക്സിയൊക്കെ ടേബിളിൽ ഇരുന്നിട്ട് ടേബിളും മിക്സിയും കൂടെ ഭയങ്കര സൗണ്ടിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ കാരണം അത് തമ്മിൽ റെസണൻസിലാകുന്നതുകൊണ്ടാണ്. ഇതേപോലുള്ള ഒരു കേസാണ് വാഷിംഗ് മെഷീന്റെ കേസ് അല്ലെ. നിങ്ങൾ വാഷിംഗ് മെഷീൻ ചിലപ്പോ ചില വീടുകളിൽ ഫ്ലോറിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക, ചില വീടുകളിൽ ഇങ്ങനെ ഒരു വാഷിംഗ് മെഷീന്റെ ഒരു തട്ടുണ്ടാവും, അതിന്റെ മുകളിലായിരിക്കും കയറ്റി വെച്ചിട്ടുണ്ടാവുക അല്ലെ. അപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വാഷിംഗ് മെഷീനിൽ പല സൈക്കിളുകൾ ഉണ്ടാവും. അതിൽ സ്പിൻ എന്ന് പറഞ്ഞൊരു സൈക്കിൾ ഉണ്ട്, അതായത് ഉള്ളിലെ ഫുള്ള് വെള്ളം കളഞ്ഞ് അത് മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു സ്റ്റേജ്. ആ സ്പിൻ സ്റ്റേജിൽ വരുമ്പോ എന്താ സംഭവിക്കുക, ചിലരുടെയൊക്കെ വീട്ടില് ആ വാഷിംഗ് മെഷീൻ മൊത്തത്തിലൊന്ന് ഇളകുന്നത് കാണാം. ചിലപ്പോ തറയും വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടാവും. ഒരു തട്ടിന്റെ മുകളിലായിരിക്കുന്നുണ്ടെങ്കിൽ ആ തട്ട് ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കും? നമുക്കറിയാം വാഷിംഗ് മെഷീന്റെ അകത്ത് ഒരു റൊട്ടേറ്റിംഗ് ഡ്രം ഉണ്ട് അല്ലെ. വാഷിംഗ് മെഷീന്റെ ഡ്രം കറങ്ങുന്നത് എന്താണ്, ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യും, അത് നിൽക്കുന്ന ഫ്ലോറിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. പക്ഷെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ആ സ്പിന്നിന്റെ സ്പീഡും ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും തമ്മിൽ മാച്ച് ആയിട്ട് വരും. ആ സമയത്ത് എന്ത് ചെയ്യും, ഈ ഫ്ലോറും അതിന്റെ കൂട്ടത്തില് അത് രണ്ടും തമ്മിൽ എന്താവും, റെസണൻസിലാവും അല്ലെ. മാച്ച് ആവുമ്പോഴാണ് എന്ത് സംഭവിക്കുക, റെസണൻസ് സംഭവിക്കുക. അപ്പൊ ഇതെന്താവും, ഷേക്കിങ് നന്നായിട്ട് കൂടാൻ തുടങ്ങും, സൗണ്ട് കൂടുന്നത് കാണും. ഇത് റെസണൻസ് കാരണമാണ് സംഭവിക്കുന്നതെന്ന്. ഇപ്പൊ ഈ ഡെഫിനേഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്താണ്, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി ഫോഴ്സിങ് ഒബ്ജക്ട്. ഫോഴ്സിങ് ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ദാറ്റ് ഓഫ് ദി ഫോഴ്സ്ഡ് ഒബ്ജക്ട്, ഫോഴ്സ് ചെയ്യുന്ന ഒബ്ജക്റ്റും തമ്മിൽ ഈക്വൽ ആകുമ്പോ അല്ലെങ്കിൽ മാച്ച് ആകുമ്പോ എന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റ് റെസണൻസിലാണെന്ന് പറയും. അതായത് പ്രണോദിത കമ്പനത്തിന് വിധേയമാവുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും അതിന് പ്രേരണം ചെലുത്തുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും എന്ത് ചെയ്യും, തുല്യമാവുമ്പോ അത് ആ വസ്തുക്കൾ എന്താണ്, അനുനാദത്തിലാണെന്ന് പറയാം. നിങ്ങൾ ഓർത്താ മതി, നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ ഓർത്ത് വെക്കാനായിട്ട് ഈ വാഷിംഗ് മെഷീന്റെ കേസോ അല്ലെങ്കിൽ മിക്സിയുടെ കേസൊക്കെ ഓർത്ത് വെച്ചാൽ മതി. വേറൊരു എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊക്കെ വീട്ടില് നല്ല സൗണ്ടില് പാട്ടൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിനോട് ചേർന്ന് വരുന്ന വിൻഡോ ഗ്ലാസും വൈബ്രേറ്റ് ചെയ്യുന്നു. അതിന്റെ കാരണം എന്താ, സ്പീക്കർ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് അല്ലെ. സ്പീക്കറിന് വരുന്ന ആ സൗണ്ട് ഭയങ്കര ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഗ്ലാസിന്റേതായ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട് അല്ലെ. അപ്പൊ ഇത് രണ്ടും തുല്യമായാല് അല്ലെങ്കിൽ രണ്ടും മാച്ച് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഗ്ലാസ് എന്ത് ചെയ്യും, നല്ല സൗണ്ടിൽ ബസ് എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, അത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണ്, റെസണൻസ് സംഭവിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫോഴ്സ്ഡ് വൈബ്രേഷനും നാച്ചുറൽ ഫ്രീക്വൻസിയും റെസണൻസ് ഒക്കെ മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ എക്സാമിന് ഇതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ ചോദിക്കുമ്പോ എന്ത് ചെയ്യുക, ഡെഫിനിഷൻസ് മറന്നു പോകുമ്പോ ഈ എക്സാമ്പിൾസ് ഒക്കെ ഓർത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് തനിയെ എഴുതാനായിട്ട് കിട്ടും. ചില സമയത്ത് എക്സാമ്പിൾസും ചോദിക്കാറുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.